والصلاة والسلام على سيدنا مبعوث رحمة للعالمين وعلى آله وصحبه اهتدى المهتدين. أما بعد، قال الله تعالى في قرآنه الكريم: وننزل من القرآن ما هو شفاء ورحمة للمؤمنين. ഖുർആൻ നാമ ദിവ്യഗ്രന്ഥ ആത്മരോഗ മഹൗഷധം യസ്യ പഠനേന ലഭ്യതേ ശാന്തി ചേതസ ശാന്തി മുത്തമ. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, സദസ്സിൽ സന്നിധരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മനുഷ്യന്റെ യാത്ര സങ്കീർണമായ വഴികളിലൂടെയാണ്. ഉത്കണ്ഠയുടെ കരിമരം പൊതച്ച് നിരാശയുടെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോൾ എവിടെയാണ് ഒരു തുള്ളി ആശ്വാസം, എവിടെയാണ് ഒരു വാക്ക് സാന്ത്വനം എന്ന് തേടി നമ്മുടെ ഹൃദയങ്ങൾ വിങ്ങുന്ന നിമിഷങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭയവും ആശ്വാസമായ പരിശുദ്ധ ഖുർആന്റെ പ്രസക്തി നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം ഖുർആൻ എങ്ങനെ ഒരു ആത്മീയ ഔഷധമായി മാറുന്നു എന്നതിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ ആത്മാവിന്റെ തേങ്ങലുകൾക്ക് ഉത്തരമായി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ദിവ്യഗ്രന്ഥം അവതരിപ്പിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ കലാമിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായത് നാം ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നു എന്നാണ്. ഈ ദിവ്യമായ സാന്ത്വനത്തിന്റെ ഉദാത്തമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലാണ്. ചരിത്രം രേഖപ്പെടുത്തിയ കൊടിയ പരീക്ഷണങ്ങളുടെ നടുവിലായിരുന്നു അവിടുത്തെ ജീവിതം. ഹിജറയുടെ യാത്രയിൽ സ്വർഗ്ഗത്തിൽ ഒറ്റപ്പെട്ടപ്പോ, ശത്രുക്കളുടെ കാലച്ചുകൾ തൊട്ടരിൽ കേട്ടപ്പോ ഭയന്നു പോയ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് അവിടുന്ന് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും പ്രഖ്യാപനമാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കരുത്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇത് ഖുർആൻ നൽകിയ ഒരു ധൈര്യമായിരുന്നു. പ്രതിസന്ധികളുടെ പാരിമത്തിൽ ഖുർആൻ എങ്ങനെയാണ് ഹൃദയത്തിന്റെ ഉരുക്കുകോട്ടയായി മാറുന്നു എന്നതിന്റെ ഒരു സാക്ഷ്യപത്രമാണ് ഈ സംഭവം. സഹോദരങ്ങളെ, ഈ പ്രവാചക മാതൃകയെ പിൻപറ്റിയവരായിരുന്നു അനുജന്മാരായ സഹാബത്ത്. പരിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവർ ഖുർആനിലേക്ക് മടങ്ങി. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുകയുണ്ടായി. വർഷങ്ങളായി പ്രിയപ്പെട്ട തന്റെ മകൻ നഷ്ടപ്പെട്ട പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സങ്കടം വിവരിക്കുന്ന ഭാഗമെത്തിയപ്പോ എന്റെ സങ്കടവും ദുഃഖവും ഞാൻ അള്ളാഹുവിനോട് മാത്രം പറയുന്നു എന്ന് ആയത്ത് ഓതിയപ്പോ ഈ ഗാംഭീര്യത്തിന്റെ ഉടമയായ ഉമറിന് സഹിക്കാനായില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിന്റെ ശബ്ദം നിസ്കാരത്തിൽ സന്നിധരായ അവസാനത്തെ സഫിൽ വരെ എത്തിരുന്നെന്ന് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സഹാബത്തുകൾക്ക് ഖുർആൻ കേവലം പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമായിരുന്നില്ല, മറിച്ച് അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും വികാരങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു ഹൃദയമിടിപ്പായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, മഹാന്മാർക്ക് എത്ര ആഴത്തിലുള്ള ബന്ധമാണ് പരിശുദ്ധ ഖുർആനുമായി ഉണ്ടായിരുന്നത്. ഏത് പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഈ ദിവ്യഗ്രന്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല അത്ര ബന്ധം പോലെ ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.